മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ആർപ്പോ ഇറോ മതി, ഇത് മതി, ഇത് ധാരാളം മതി. ഒരു ഒറ്റ ഇടിയ പറ്റുന്നുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഇവിടെ ക്യാമറ കണ്ടപ്പോഴേ വിചാരിച്ചു അവരുണ്ടെന്ന്. ഭയങ്കര ബുദ്ധി. ദയവായിട്ടൊന്ന് പോവാൻ വേണ്ടി നടക്കാൻ വഴിയൊരുക്കടാ. അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? ക്യാമറ റോളിംഗ് സാർ. ഇപ്പൊ പക്ഷെ ഞാൻ നടന്നു വന്നപ്പോ എന്റെ കഴുത്താണ് പൊന്നോ, കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. അത് ശരി, വഴി കുത്തിരിക്കാൻ പോകാൻ പറ്റും. നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലായിടവും ചുറ്റും. എന്തിനെ? നിനക്കെന്തൊരു നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ. ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വലിച്ചുവാരി ചുറ്റടേ. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെത്തിയ ആരോഗ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്, മന്ത്രിയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ ഇതിനൊരു കപ്പിത്താനുണ്ട്. സ്റ്റിൽസ് മാത്രമാണ് നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ വീഡിയോ മനോരമ ന്യൂസിലൂടെ എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. ഇത് ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത വന്ന് അടുത്ത കോമഡി വലിയ രീതിയിലുള്ള അക്രമം സംഘടിപ്പിച്ചത്. കൈക്കും കഴുത്തിനുമെല്ലാം പരിക്കേറ്റിരിക്കുന്നു. കൈയും കഴുത്തും പിടിച്ചു തിരിക്കുന്ന നിലയിലേക്ക് ഒന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അവിടുത്തെ അവസ്ഥ നിങ്ങൾ നോക്ക്. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. അവിടെ കഴുത്തിലിടുന്ന നെക്ക് സപ്പോർട്ട് ഇട്ടിരിക്കുന്ന വായിൽ, കയ്യിലുള്ള മറ്റേ ഫ്ലൂയിഡിന്റെ ബോട്ടിൽ ഡോക്ടർ കൈ പിടിച്ചിരിക്കുന്നു. അതുപോലും പ്ലേസ് ചെയ്യാനൊരു സ്ഥലം വെച്ചിട്ടില്ല. നമ്മുടെ മെഡിക്കൽ രംഗത്തിന്റെ അവസ്ഥയാണ് വെളിവാക്കുന്നത്. നമ്മുടെ കേരളത്തിന്, നമ്മുടെ നാടിന് മെഡിക്കൽ എത്തിക്സ് ഒന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. സമ്മതിച്ചേ? എത്രയെത്രയോ ഉദാഹരണങ്ങൾ. കല്ലെറിഞ്ഞ ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയേണ്ടി വന്നു. കാരണം ഉമ്മൻചാണ്ടി കേസിന് പോയില്ല. അതായിരുന്നു ഉമ്മൻചാണ്ടി. കല്ലേറ് കൊണ്ടിട്ടും മിണ്ടാതിരുന്ന ഉമ്മൻചാണ്ടി. ഒരു കാര്യവുമില്ലാതെ ജനത്തെ കബളിപ്പിക്കാൻ, നാട്ടുകാരെ പറ്റിക്കാൻ ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്ന് നടത്തുന്ന പൊറട്ട് നാടകം. നീ എന്നെ കൂടുതൽ നാണം തോന്നുന്നു ഇവറ്റകളെ ഓർത്ത്. നാണമുണ്ടോ തെണ്ടി?